കളക്ടർക്ക് എങ്ങനെയുണ്ട്? സീരിയസ് ആണോ? ഈ മീഡിയക്കാരുടെ വാ അടപ്പിക്കേണ്ട സമയമായി. തെറ്റായ വാർത്തയാണെന്നേ ഈ ചാനലിലെല്ലാം പടച്ചുവിടുന്നേ. ആള് തീർന്നതുവരെ ചിലപ്പോ അവര് പറഞ്ഞു കളയും. ഞാൻ ആ ഞെട്ടല്ലേ ഇങ്ങോട്ട് വന്ന് കയറിയത് തന്നെ ഈ പറയുന്നത് ഈ വല്ല സത്യം ഉണ്ടോന്ന് അറിയണമല്ലോ. എന്റെ ഭാര്യ ചത്തോന്ന് അറിയണം അല്ലേ? ഇതാ കണ്ടില്ലേ, വിഷ്ണുവും തെറ്റിദ്ധരിച്ചു. അതുകൊണ്ട് എനിക്ക് അല്ലേലും വലിയ കഷ്ടകാലമാണ് ഈ നാവ് കൊണ്ടേ ഒരുപാട് വഴികൾ കേൾക്കുന്ന വാരഫലത്തിലുള്ളത്. ഇതൊരു ഹോസ്പിറ്റലായി പോയി, അല്ലെങ്കിൽ ഇതിനുള്ള മറുപടി ഞാൻ തന്നേനെ. എടാ കുരുപ്പേ, നിന്റെ ഭാര്യ അത്യാസന്ന നിലയിലായി പോയത് കൊണ്ട് കൊള്ളാം. ഇല്ലെങ്കിൽ നിന്റെ നാവാട്ടത്തിനുള്ള പണിയൊക്കെ ഇപ്പോഴും എൻ്റെ ഉണ്ടാ. ഇതേ ഓൾഡ് സ്റ്റോക്ക് അല്ല, ന്യൂ സ്റ്റോക്കാ. അതുകൊണ്ട് അധികം കിടന്ന് നീ നികളിക്കണ്ട. ചന്ദ്രബോസ്, വീട്ടിൽ വിട്ട് നിൽക്കുക ഞാൻ. എന്റെ കൺമുന്നിൽ ഇപ്പോഴുള്ളത് ശാല്യകുത്തിയുടെ ചിത്രം മാത്രമാ. അതിന്റെ പിന്നിൽ ആരൊക്കെ ഉണ്ടെന്ന് നോക്കിയിട്ടാ ഇനിയുള്ള എന്റെ നീക്കം. അതിനു മുമ്പ് അവന്റെ പിന്നിലുള്ള പ്രമാണിമാർക്ക് മുമ്പിൽ നിന്റെ പേര് പതിയാതിരിക്കാൻ നീ ഒന്ന് പ്രാർത്ഥിച്ചോ. പതിഞ്ഞ പിന്നെ നീ ഇല്ല. അങ്ങനെ പതിച്ചിട്ടുണ്ടെങ്കിൽ നീ എന്നെ തീർക്കൂടാ. അതിനുള്ള ടൂള് നിന്റെ മഴുത്തെറുപ്പിലുണ്ടോടാ? ഉണ്ടെങ്കിൽ ഒന്ന് മൂർച്ച കൂട്ടി വെച്ചോ. നിന്റെ തിരക്കിട്ട തിരച്ചിലിനിടയിൽ എവിടെയെങ്കിലും വെച്ച് നമുക്ക് കണ്ടുമുട്ടാം. പക്ഷെ അപ്പോ നിനക്ക് ആയുധമെടുത്ത് പ്രയോഗിക്കാനായിട്ട് നിന്റെ മുട്ടൊന്ന് നിവർന്നു കിട്ടാൻ ഇപ്പോഴേ നീ മുട്ടിപ്പായി പ്രാർത്ഥിക്കേണ്ടി വരും. കാരണം എനിക്കെതിരെ നീ തിരിയുന്നതിന് മുമ്പ് നിന്റെ മുട്ട് ഞാനിങ് എടുക്കും. സോറി സർ. എടോ, ഇവന്റെ ഭാര്യ ഏതോ കാട്ടുകള്ളന്മാര് പോളിയെന്ന് വെച്ച് ഇവൻ എന്റെ ലജ്ജത്തോട്ട് കയറുന്നതിനാ. ഇങ്ങനത്തെ ഒരു സാഹചര്യമായി പോയി. ഇല്ലെങ്കിൽ പോലീസുകാരുടെ യൂണിഫോമിൽ തൊട്ടവന്റെ കൈ ഞാൻ വെട്ടിയാനെ. സർ, അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയില് അങ്ങനൊക്കെ ചെയ്തു പോയതാ. സാർ ക്ഷമിക്കണം. എടോ, അതുകൊണ്ടാണ് ഞാൻ അവന്റെ പേര് ആക്ഷൻ ഒന്നും എടുക്കാത്തത്. പക്ഷേ ഇത് കഴിയുമ്പോ എല്ലാം കൂടെ ചേർത്ത് ഞാൻ അവന് കൊടുക്കുന്നുണ്ട്. സർ, പക്ഷേ ഇവിടുത്തെ ലോക്കൽ പോലീസ് ഞങ്ങൾക്കൊരു സഹായം ചെയ്തു തന്നിട്ടില്ല. കളക്ടർക്ക് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായെന്ന് അറിഞ്ഞിട്ട് കൂടി അവര് വന്നത് അല്പം മുൻപാ. അക്കാര്യം ഞാൻ അന്വേഷിക്കാം. പോലീസിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് നടപടി എടുത്തിരിക്കും. ആശാനൊന്നും ചെയ്യാൻ പോവണ്ട. നമ്മളും കൂടെ അകത്തായ ഏട്ടത്തേമ്മയുടെ കാര്യം കഷ്ടത്തിലാവും. അയാൾ എന്തെങ്കിലും പറഞ്ഞിട്ട് പോട്ടെ. ആശാൻ തൽക്കാലം ഒന്ന് ക്ഷമിക്കേ.